നവോമി തന്റെ നാട്ടിലേക്ക് രൂത്ത് എന്ന മരുമകളുമായി തിരികെ വരികയാണ്. നിങ്ങൾക്കറിയാം, നവോമിയുടെ ഭർത്താവ് മരിച്ചുപോയി. രൂത്തിന്റെയും തന്റെ സഹോദരിയുടെയും ഭർത്താക്കന്മാർ മരിച്ചുപോയി. നവോമിയുടെ 2 മക്കൾ നഷ്ടപ്പെട്ടു. ഒരു മരുമകൾ മാത്രം ഇപ്പൊ കൂടെയുണ്ട്. തിരികെ നാട്ടിലേക്ക് നവോമിയും രൂത്തും കൂടെ വരുമ്പോൾ നാട്ടുകാർ നവോമി വന്നല്ലോ, നവോമി വന്നല്ലോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുമ്പോ നവോമി പറയുന്നൊരു വാക്ക്, അയ്യോ എന്നെ നിങ്ങൾ നവോമി എന്ന് വിളിക്കരുതേ, എന്നെ നിങ്ങൾ മാറാ എന്ന് വിളിക്കുക, എന്നെ നിങ്ങൾ കയ്പെന്ന് വിളിക്കുക. പുറപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചേക്ക മാറായിലെ കയ്പ. മാറാ എന്ന വാക്ക് കയ്പ്. നവോമി പറയുക, 2 ആൺമക്കളുമായി ഞാൻ പോയതാ, 2 സുന്ദരിമാരായ മിടുക്കികളായ 2 പെൺകുട്ടികളെ ദൈവം തന്നു. പക്ഷേ എന്റെ ആൺമക്കൾ പോയി, എന്റെ ഭർത്താവ് പോയി. ഇപ്പോൾ എന്റെ ജീവിതം, എന്റെ പേര് പോലും വിളിക്കല്ലേ, എന്നെ എന്തു വിളിക്കണം? കയ്പെന്ന് വിളിച്ചോ. എന്റെ ജീവിതം ആകെ കയ്പായി മാറി. പക്ഷേ രൂത്തിന്റെ പുസ്തകം ഞാൻ ആ വാക്യത്തിൽ നിർത്തിയില്ല. വായിച്ചു തുടരുമ്പോ രൂത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിച്ചു വരുമ്പോ ഈ നവോമിയെ കുറിച്ച് നാട്ടുകാർ പറയുക, നിന്റെ ദൈവം നിന്നെ വീണ്ടെടുത്തല്ലോ, നിന്റെ ദൈവത്തിൽ ഇപ്പോൾ നിനക്ക് സന്തോഷിക്കാമല്ലോ. കണ്ടോ, നമ്മുടെ ദൈവം കയ്പിൽ നിർത്തുന്ന ദൈവമല്ല. കയ്പ് വരാം, കയ്പ് വന്നേക്കാം. ചിലപ്പോ ജീവിതം തന്നെ കയ്പായി തോന്നിയേക്കാം. എന്നാൽ അവിടെ എഴുതിയേക്കുന്ന കണ്ടോ, നിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ദൈവത്തിന്റെ നാമം ഉയരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കടന്നു പോകുന്നത് ഏതെങ്കിലും കയ്പിലൂടെയാണോ, അതോ നിങ്ങൾ തന്നെ ഒരു കയ്പായി തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു കയ്പായി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നവോമി പറയുക, എന്റെ ജീവിതം തന്നെ കയ്പാ, പക്ഷെ അത് മാറ്റാൻ കഴിവുള്ള ദൈവമുണ്ട്, അത് മധുരമാക്കാൻ കഴിയുന്ന ദൈവമുണ്ട്, പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയാൻ കഴിയുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്താകാം, നിങ്ങളുടെ വീട്ടിലാകാം, നാട്ടിലാകാം, നിങ്ങളുടെ ഭവനത്തിലാകാം, എവിടെയായിരുന്നാലും കയ്പായിരുന്ന ജീവിതങ്ങളെ മധുരമാക്കാൻ കഴിയുന്ന ദൈവം നമ്മുടെ കൂടെ ജീവിക്കുന്നു.